ഓക്കെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയ ആ വലിയ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേക എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബിന്ദു സിസ്റ്റർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥന എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോഷി ജോർജ് എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് കണ്ണാറ എന്ന സ്ഥലത്താണ്, പീച്ചി ഡാം അടുത്ത് കണ്ണാറ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് വൈഫും 4 കുഞ്ഞുങ്ങളുമുണ്ട്. വൈഫിൻ്റെ പേര് ഹന്ന, മൂത്തത് മകളാണ് സിപ്പോറ, രണ്ടാമത്തത് ഒനേസിമോസ്, മൂന്നാമത്തവൻ ബസലേൽ, നാലാമത്തവൻ നദനേൽ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം തന്നു. ഞങ്ങളിവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കുന്നു. ഓക്കെ, കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വചനഭാഗത്തിലേക്ക് കിടക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. മതി, ഒരു നിമിഷം കണ്ണുകളുടെ ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യവാനും സ്വർഗസ്വനുമായ പിതാവേ, ഒരിക്കലൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നവരപ്പം അപ്പം ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങൾക്ക് വേണ്ടതായ ദൂതുകളെ, ആലോചനകളെ കർത്താവ് അങ്ങ് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിവജകളെയും വേറെ പിടിക്കും വരെ തുളച്ചിലുന്നതായ ദൈവവചനത്തിന്റെ ശക്തി കർത്താവെ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരത്യന്തമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ ദാസനായ എപ്പപ്രാസാമേൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഞങ്ങൾ ചിന്തിക്കുന്നത്. അമ്മ, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് അമ്മ തിരുവചനത്തിലൂടെ ഞങ്ങൾ വായിച്ചല്ലോ. കർത്താവെ, ഈ വചനത്തിലൂടെ ദൈവിക ആലോചനകൾ, ദൈവഹിതം കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ, ഭയഭക്തിയോടെ അങ്ങനെ എല്ലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരും കർത്താവ് അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആത്മീയമായ ഒരു പടി കൂടെ അമ്മയെ വളരുവാൻ തക്കവണ്ണം, ഉണരുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും കർത്താവ് അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരത്യന്തമായ ദൈവകൃപ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഈ സന്ധ്യയിലും വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. മാനമഹത്വം അങ്ങേക്കിരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ കേൾക്കും സ്വർഗീയ പിതാവേ, ആമേൻ. ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ? നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അടുത്തത് അപ്പൊ ദൈവത്തിന്റെ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശക്തമായൊരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നവരാണോ? എന്താണ് യഥാർത്ഥമായ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന? നമുക്കറിയാം, ഈ മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 17-ാം അധ്യായം 21-ാം വാക്യം എല്ലാവർക്കും അറിയുന്ന വാക്യം. മിക്ക പ്രവാചകന്മാരും വന്ന് ഉപവാസ പ്രാർത്ഥനയിൽ പറയുന്നൊരു വാക്യവും ചിന്തിക്കുന്നൊരു വാക്യമാണ് അല്ലെ? ആ വാക്യം നിങ്ങൾക്ക് അറിയാമോ? എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. എന്നിട്ട് അവര് പറയുന്നത് ഈ ലോകത്തിലുള്ള കുറെ ജാതികളെ കുറിച്ചാണ്. പക്ഷെ കർത്താവ് അവിടെ ഉദ്ദേശിച്ചതൊന്നുമല്ല. കർത്താവ് ആകെ കൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ഭാഗമേ ഉള്ളൂ. അത് ഈ ഭാഗത്തെ കുറിച്ചാണ്. ആ ഭാഗം നമുക്കറിയാം. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക്
ഒരപ്പൻ തന്റെ മകന്റെ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പം ആ ഭൂതത്തെ പുറത്താക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പൊ യേശു പറഞ്ഞു, ആ മകനെ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ മകനുള്ള ഭൂതത്തെ എന്ത് ചെയ്തു? യേശു ക്രിസ്തു പുറത്താക്കി കളഞ്ഞു. എന്നിട്ട് മത്തായി 17:17 യേശു പറഞ്ഞു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. അങ്ങനെ പറഞ്ഞു വന്ന് 21-ാമത്തെ വാക്യത്തിലാണ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. ഏത് ജാതി? അവിശ്വാസം എന്ന ജാതിയെ കുറിച്ച് യേശു പറഞ്ഞത്. കാരണം ശിഷ്യന്മാരുടെ അവിശ്വാസ നിമിത്തമാണ് ആ കൊച്ചിന്റെ ഭൂതത്തെ പുറത്താക്കാൻ അവർക്ക് കഴിയാതിരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അവിശ്വാസം നമ്മളിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. എഫെസ്യ ലേഖനം 2:8 വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷ എന്താണ്? വിശ്വാസത്താലാണ്. ഇനി സ്നാനം വിശ്വാസത്താലാണ്. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനപ്പെട്ടതും വിശ്വാസത്താലാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിന് 4-5 വാക്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും വിശ്വാസത്താലാണ്. ഇനി നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ആ കർത്താവിനെ നമ്മൾ കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അമ്മേ സകലതും തകരം മറിയും. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ മത്തായി വിശേഷം 22-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ശിഷ്യന്മാരെ പാറ്റേണ്ടതിന് പിശാച് എന്ത് ചെയ്തു? ആലോചന ചോദിച്ചു. പക്ഷെ യേശു ക്രിസ്തു എന്ത് ചെയ്തില്ല? ഏൽപ്പിച്ചു കൊടുത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു എന്നാണ് യേശു പറയുന്നത്. അപ്പൊ വളരെ വ്യക്തമാണ്, പിശാച് പാറ്റിക്കഴിഞ്ഞാൽ എന്ത് പോകും? വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ഗോളത്തിൽ നമ്മൾക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു വിഷയം, അമേ കർത്താവെങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അമേൻ. വിശ്വസിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചാണ്. കണ്ടോ, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവരെ പോലെ എന്ന് പറഞ്ഞാൽ 3-ാം അധ്യായം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചില്ലെന്നും വിശ്വസിക്കാത്തവരെ ചെയ്തു നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ് അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചേ. 3-ന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചേ. എബ്രായ ലേഖനം 3-ന്റെ അവസാനത്തെ 2 വാക്യം. കണ്ട, അപ്പൊ അവിശ്വാസം നിമിത്തം അവർക്ക് കനാൻ നാട് അവകാശമാക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, 12 പേരെ കനാൻ നാട് ഉറ്റുനോക്കാൻ വേണ്ടി ഇത് അയച്ചു. പക്ഷെ അതിൽ 10 പേരും അവർ സഭയെ മുഴുവൻ കരയിച്ചു കളഞ്ഞു. അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. അയ്യോ, അവിടെ വലിയ അനാക്യം മലന്മാരാണ്, നമ്മൾ വെട്ടുകിളിയെ പോലെയുള്ളൂ, നമുക്ക് ആ ദേശം പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10 പേര്, 12 പേര് പോയവരിൽ 10 പേരും എന്ത് ചെയ്തു? ഈ സഭയെ മുഴുവൻ കരയിച്ചു കളഞ്ഞു എന്നാ. പക്ഷെ 2 പേരെന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ദൈവം നമ്മളോട് പറഞ്ഞതാണെങ്കിൽ ദൈവം അത് പിടിക്കുവാൻ തക്കവണ്ണം, കനാൻ നാട് അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ച് വാക്കുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കുറെ പേർക്കൊക്കെ ജീവൻ വെപ്പാനടിയായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവിശ്വാസത്തിന്റെ വാക്ക് വരരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവില്ല എന്ന് പറയരുത്. ഞാൻ ഇനി ഒരിക്കലും നന്മ പ്രാപിക്കില്ലെന്ന് പറയരുത്. ഞാൻ അനുഗ്രഹം പ്രാപിക്കില്ലെന്ന് പറയരുത്. നീ ഒരിക്കലും ഗുണം പിടിക്കില്ലെന്ന് പറയരുത്. ഇങ്ങനെ ഒരിക്കലും അവിശ്വാസത്തിന്റെയും നിരാശയുടെയും വാക്ക് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. കാരണം നാവിന്റെ അധികാരത്തിൽ മരണവും ജീവനും ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടമാണ്.
ദൈവിക വാഗ്ദത്തങ്ങളുണ്ടാകാം. അവൻ നിന്നെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, നിന്റെ ദേശത്തെ കുറിച്ച്, നീ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് ദൈവം നിനക്ക് വാഗ്ദത്തം തന്നൊക്കെ ശരിയാ. പക്ഷേ നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവൻ അത് പ്രാപിച്ചെടുക്കുകയില്ല എന്നാണ് വചനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കനാൻ നാട് നൽകുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ 12 പേര് അവിശ്വാസത്താൽ അവൻ അത് പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി എന്നാണ്. അവിശ്വാസത്താൽ അവർ നശിച്ചുപോയി എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയിൽ ഉവ്വ് എന്നത്ര എന്നാണ് മനസ്സിലിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. പക്ഷേ നമ്മുടെ അവിശ്വാസത്തിന് ദൈവിക പ്രവൃത്തിയെ തടഞ്ഞു കളവാൻ കഴിയും. ആമേൻ. ആ കർത്താവ് ചിലയിടങ്ങളിൽ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറയുമോ, അവരുടെ അവിശ്വാസം കൊണ്ട് ആ ദേശത്ത് ഒരു അത്ഭുതം ചെയ്തില്ലെന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ എത്ര വലിയ കർത്താവായിട്ടും ആ ദേശത്തിന്റെ അവിശ്വാസം കൊണ്ട് പല ദൈവപ്രവൃത്തി അവിടെ ചെയ്തില്ലെങ്കിൽ, ദൈവത്തിന്റെ മക്കളെ, നമ്മൾ നമ്മുടെ കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കണം. എന്റെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ്, എന്നെ വിടുവിക്കുന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ മരിച്ച് മൺമറഞ്ഞു പോയ ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്, മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. റോമാലേഖനം 4:17 പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതുമായ ആ ദൈവത്തിങ്കൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ, അബ്രഹാം എഴുതി വെച്ചൊരു പ്രമാണം വായിച്ചിട്ടല്ല അബ്രഹാം വിശ്വസിച്ചത്. ആമേൻ, ദൈവത്തിന്റെ വിളിയേറ്റ് വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ നമുക്കിന്ന് ഭക്തന്മാർ വിശ്വാസത്തോടെ ജീവിച്ച പ്രമാണങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ മക്കൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചില്ല. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവരാണ്. ചെങ്കടൽ പിളർന്ന് അക്കരെ കിടത്തിയതാണ്, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അവർക്ക് ദാഹം തീർത്തതാണ്, അനേകം അത്ഭുതങ്ങൾ കണ്ട ജനം. ഇപ്പോൾ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ, അവർ ദൈവത്തിൽ വിശ്വസിക്കാതെ വന്നപ്പോൾ അവർ മരുഭൂമിയിൽ പട്ടുപോയെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്നിട്ടാണ് 4:1 വായിച്ചാട്ടെ. എബ്രായർ ലേഖനം 4:1. അപ്പൊ നമ്മളോടൊരു മുന്നറിയിപ്പ് പറയുകയാണ്. ചരിത്രം ഇങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? വിശ്വസിക്കാത്തവരൊക്കെ ഈ മരുഭൂമിയിൽ പട്ടുപോയി. അപ്പൊ അതുകൊണ്ടൊരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ്, നമുക്കും സ്വർഗീയ സിയോൻ, സ്വർഗീയ കനാൻ നമ്മൾ അവകാശമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ലഭിക്കാതെ പോയെന്ന് വരാതിരിക്കാൻ നമ്മൾ ഭയപ്പെടണം. ഇന്ന് ദൈവഭക്തി നഷ്ടപ്പെട്ടു പോയില്ലേ? ദൈവകൃപ നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് ആലയങ്ങളിലൊക്കെ അടിയും തല്ലും ബഹളമൊക്കെ നമ്മൾ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ദൈവഭയം നഷ്ടപ്പെട്ടു പോയി, ദൈവിക വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കർത്താവിന്റെ വരവിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ കിടക്കുന്ന എത്ര ദിവസങ്ങളുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ചിന്തിക്കുന്നുണ്ടോ? സഭയിൽ ആഴ്ചയിലെങ്കിലും ഒരിക്കലെങ്കിലും ഈ മെസ്സേജ് കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നിശ്ചയമായിട്ട് ചിന്തിക്കണം. ഞാൻ ഇപ്പം ഈ ജോനാസ് തിയറി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. അതിനകത്ത് കർത്താവിന്റെ വരവിനെ കുറിച്ച് 51 വചനങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇപ്പോൾ ഏകദേശം ഒരു 44 വചനങ്ങളായി. നിങ്ങൾ അത് കയറി കാണണം. ഒരു ദിവസം കർത്താവിന്റെ ഒരു വെളിപ്പാട്, ഞാനൊരു 21 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ കർത്താവിന്റെ ഒരു വെളിപ്പാട് ഇങ്ങനെ കാണിച്ചു തരിക. കർത്താവിന്റെ വരവ് സംഭവിക്കുന്നു. അങ്ങനെ അനേകരെ കർത്താവ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക. ആ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ അവരോടുകൂടെ ഇങ്ങനെ പറന്ന് മുകളിലേക്ക് കയറി പോകുന്ന ദർശനം എന്നെ കാണിച്ചു പോകും. അതിനുശേഷം ഈ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ഏകദേശം 51 വചനങ്ങളുണ്ട് കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട്. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള 51 യോഗ്യതകളാണ്. അത് 51 വീഡിയോ ആയിട്ട് ചെയ്തേക്കണേ. നിങ്ങൾ നിശ്ചയമായിട്ട് അത് കയറി കാണണം. ജോനാസ് തിയറി എന്നാണ്, JONAZ ആണ് കേട്ടോ, Z ആണ്. നിങ്ങൾ നിശ്ചയമായിട്ട് കയറി കാണണം. ആത്മീയ വളർച്ചയ്ക്കുള്ള, ഞാൻ ഭൗതികമായ ഒരു കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ആത്മീയമായിട്ട് എനിക്ക് എന്റെ ഒരു മെസ്സേജ് കേൾക്കുന്നവർ അവരെല്ലാവരും സ്വർഗത്തിൽ എത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതിനകത്തുണ്ട്. വേറെ ഒരുപാട് പുതിയ വീഡിയോസുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ അത് കയറി കാണണം. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന്റെ വരവിനെ കുറിച്ച് എത്രത്തോളം പേര് ചിന്തിക്കുന്നുണ്ട്. ഇന്ന് ഓരോ ദിവസവും നമ്മളെല്ലാം പറയുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ കർത്താവിന്റെ വരവിനെ കുറിച്ച് എല്ലാ ദിവസവും ചിന്തിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചിട്ടുമാണോ നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത്? നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ആമേ, പല കാര്യങ്ങളും നമ്മളെ ബിസിയാക്കിക്കൊണ്ടിരിക്കുക. ആമേ, കർത്താവിന്റെ വരവിനെ പോലും ആമേ നമ്മൾ ഓർക്കാത്ത എത്രയോ ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ നമ്മൾ പറയുന്നു ആമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നതെന്ന്. അല്ലെ? നിങ്ങൾ വാക്യം വായിച്ചേ, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിച്ചാൽ മതി. 36. അണ്ടോ, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ആമേൻ. അതിന്റെ 34-ാം വാക്യം വായിച്ചേ. അവിടെ 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കണ്ടോ, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. കണ്ടോ, ഇത് വളരെ ഒരു മുന്നറിയിപ്പാ. ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് അതുപോലും നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുക നമ്മൾ തടസ്സപ്പെടുത്തുമെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് കർത്താവിനുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോയില്ലേ? സാധാരണ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് ഒരു ധനാട്യനായ മനുഷ്യൻ, വലിയ പണക്കാരനായ ഒരു വിശ്വാസിയാ, വലിയൊരു വീടൊക്കെ വെച്ച പുള്ളി താമസിക്കുക. അതിന്റെ അപ്പുറത്ത് ഒരു ദരിദ്രനായ മനുഷ്യൻ പുറമ്പോക്കില് ഒരു ചെറിയൊരു കുടില് താമസിക്കുക. അപ്പോൾ ഈ വിശ്വാസിയായ ഈ ധനാട്യനായ മനുഷ്യൻ ഒരു വീട്ടിൽ നിന്ന് എന്നും പാട്ട് വെക്കും, കർത്താവ് വരും, ഞങ്ങൾ പോകും, എന്റെ പ്രിയൻ വാനിൽ വരാറായി എന്നുള്ള പറഞ്ഞ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ടൊക്കെ പാടി ഒരു ഭയങ്കര ആരാധനയാണ്. അപ്പൊ ഈ മനുഷ്യന് അപ്പുറത്തുള്ള ചെറിയ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ കേൾക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെന്ന് അറിയാമോ, ഇദ്ദേഹത്തിന്റെ ഈ ജനലിലേക്കൂടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ഈ വിശ്വാസിയായ മനുഷ്യൻ കണ്ടപ്പോൾ ചോദിച്ചു, താൻ എന്തോട് പോയി കാണിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞേ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ കർത്താവ് വരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നല്ലോ, അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഒളിഞ്ഞു നോക്കണേന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഇവിടുന്ന് പറന്നു പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ കയറി, നല്ല വീട്ടിൽ കയറി എനിക്ക് താമസിക്കാലോ, അതിനു വേണ്ടി ഒളിഞ്ഞു നോക്കണേന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസിയായ ധനാട്യനെ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങള് പാട്ട് മാത്രമേ ഉള്ളൂ, ഞങ്ങള് പോക്കൊന്നുമില്ല എന്ന്, ഈ പാട്ട് മാത്രമേ ഉള്ളൂ എന്ന്. കാരണം ഇനി 200 വർഷം കൂടെ ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതിനുള്ള സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. പണ്ടത്തെ കാലത്ത് ഇതൊന്നും അല്ലായിരുന്നു. ആമേൻ. കാലമാകെ മാറി. നമ്മളൊക്കെ പറച്ചിലും പാട്ടിലൊക്കെ ഒതുങ്ങിപ്പോയി. നമ്മൾ അവരോരെ തന്നെ ശോധന ചെയ്യണം. ആമേൻ. നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഉപജീവന ചിന്തകളില്ലാതെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ ചിന്തകളൊക്കെ നമ്മുടെ ഓട്ടത്തെ തടയും. ഒന്ന് വായിച്ചു നോക്കിയേ, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിടണം. അതാ ഞാൻ പറഞ്ഞ, ഈ ഭാരം എന്ത് ചെയ്യും, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഓട്ടത്തെ ക്ഷീണിപ്പിക്കും. പിശാചിന്ന് ഓരോ ഭാരങ്ങൾ കെട്ടി വെച്ചുകൊണ്ടിരിക്കുക അല്ലെ. ആദ്യം കല്യാണം കഴിഞ്ഞു, ആദ്യം കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് ഒരു ഭാരമായിരുന്നു. അങ്ങനെ നമ്മളും അല്ലെ, കല്യാണം കഴിക്കുന്ന ചക്കനും അപ്പനും അമ്മയും വീട്ടുകാരൊക്കെ കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഇന്നിപ്പോ പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല. ഇന്നിപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ, ഇനിയിപ്പോ കല്യാണത്തിന്റെ ആവശ്യമില്ല. ഒരു പ്രാരാബ്ധം ഏറ്റെടുക്കാൻ മിക്കവർക്കും തയ്യാറില്ല. അതിപ്പോ ഒന്നാമത്തെ കാര്യം. ഇനി നമ്മളിത് പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ചു, അപ്പൊ അങ്ങനെ കുറെ പ്രാർത്ഥിച്ചിട്ട് കല്യാണം കിട്ടി, പെണ്ണിനെ കിട്ടി, അങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഭാരം എന്താണ്, ഇവനൊരു തലമുറ ഉണ്ടാകണം. പിന്നെ അടുത്ത ഭാരം തലയിൽ കയറി. അങ്ങനെ നോക്കി ഒരു പെൺകുഞ്ഞുണ്ടായിരിക്കും. അപ്പൊ ഒരു കുഞ്ഞുണ്ടായി, സന്തോഷമായി. പിന്നെ അടുത്ത ചിന്ത, ഇനി ഇവളെ എങ്ങനെ കെട്ടിക്കും എന്നുള്ളതാണ് അടുത്ത ചിന്ത. ഞാൻ പറയുന്നുണ്ടോ, ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു സഹോദരി, ആ സഹോദരിക്ക് അന്ന് അവരുടെ മോൾക്ക് 8 വയസ്സുള്ളൂ, 8 വയസ്സ്. അപ്പം ഓൾറെഡി അവർക്കൊരു വീടുണ്ട്. എന്നിട്ട് ഈ കുഞ്ഞ് 18 വയസ്സ് നമ്മൾ എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് ഇവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് കൊച്ചിന് 8 വയസ്സായപ്പോ കൊണ്ട് ചിന്തിക്കുക. കർത്താവ് പറഞ്ഞു നാളെയെ കുറിച്ച് വിചാരപ്പെടുന്ന കർത്താവ് പറഞ്ഞു. അപ്പോഴാണ് 10 വർഷം കഴിഞ്ഞുള്ള കാര്യം ഇവിടെ ആലോചിച്ച് തലമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് പിശാചിന്റെ വലിയ തന്ത്രമാണ്, അല്ലെ? കല്യാണം കഴിച്ചു, അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ കൊച്ചിനെ കല്യാണം കഴിക്കുന്ന കാര്യം. പിന്നെ ഇനി എന്താണ്? അവൾക്ക് അടുത്ത കൊച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ അവൾക്കൊരു വീട് വെച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോരോ ഭാരങ്ങൾ എന്ത് ചെയ്യാണ്? പിശാച് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ തലയിലിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിനെ അതിജീവിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയില്ലെന്ന് തന്നെ ബൈബിൾ പറയുന്നത്. അതെ, നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും ഇരുന്ന് ആമേൻ ഏത് സമയം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയുള്ളൂ. ഇതേപോലെ 51 കാര്യങ്ങളാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതാ ഞാൻ പറഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടെന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മുടെ ഓട്ടത്തെ എന്ത് ചെയ്യും? ക്ഷീണിപ്പിക്കും. ഞാൻ മടങ്ങി വരിക. അപ്പൊ ഇസ്രായേൽ മക്കള് അവരെന്തില്ല? വിശ്വസിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല? സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണ് നമ്മളോട് പറയുകയാണ്, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ ഈ കേൾക്കുന്ന വചനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം ചെന്നിട്ട് അത് വിശ്വാസമായിട്ട് പരിണമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഈ വചനത്തെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം? എങ്ങനെ അത് കേൾക്കണം? എന്ത് വചനമായിട്ട് സ്വീകരിക്കണം? ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആ കണ്ടോ? കണ്ടോ? തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അവർക്ക് ലഭിച്ച വചനം ഒരു മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അവർ കൈക്കൊണ്ടു. എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത് പോലെ ഈ വചനം പൗലോസ് അല്ല സംസാരിക്കുന്നത്, ദൈവമാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ആ വചനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചവരിൽ അത് ദൈവശക്തിയായിട്ട് വ്യാപരിച്ചു. പലപ്പോഴും എന്തുകൊണ്ട് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നില്ല? ഇന്നൊരു സഹോദരൻ പറഞ്ഞു, ആ ഓരോ വിശ്വാസിയുടെയും ചെവി പിടിച്ച് കുലുക്കി കഴിഞ്ഞാൽ 150 പ്രസംഗങ്ങളിലും പുറത്തു ചാടുന്ന പറയണേ. കാരണം ഇഷ്ടംപോലെ പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നില്ല? ഈ വചനത്തിന്റെ ശക്തി എന്താണ് വെളിപ്പെടാത്തത്? ആമേ. കാരണം എന്ന് പറയാമോ? ഇത് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് നമ്മൾ കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ വചനത്തെ ദൈവവചനമായിട്ട് നമ്മൾ കൈക്കൊണ്ടാൽ നിശ്ചയമായിട്ടും അന്നേ വലിയൊരു ദൈവശക്തി വെളിപ്പെടും. അതേ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ വചനം അയച്ചാൽ അതിന്റെ പ്രവൃത്തിയാതെ അത് മടങ്ങി വരത്തില്ല. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധ്യവരെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു തരുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ആമേൻ. ഈ ദൈവത്തിന്റെ വചന ശക്തി അത് നമ്മൾ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് ആമേൻ അത്യന്തമായൊരു ദൈവകൃപ, ഒരാഴമായൊരു വിശ്വാസം ആമേൻ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ആമേൻ. കാരണം വചനം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. കാരണം വാക്ക് പറഞ്ഞവൻ ഒരു മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ് നമ്മളോട് വാക്ക് പറഞ്ഞത്. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയവും എന്ത് ചെയ്യണം? നമ്മൾ ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആഴമായിട്ടുള്ള ഒരു വിശ്വാസം വേണം, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ പത്രോസ്ലീഗ കാരാഗ്രഹത്തിൽ കിടന്നു, അല്ലെ? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം. അപ്പൊ ആ പത്രോസ്ലീഗ എന്തുകൊണ്ടാണ് അവിടുന്ന് വിടുവിക്കപ്പെടാനുള്ള കാരണം? ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കിയിട്ടെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് പത്രോസ്ലീഗ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനുള്ള കാരണം? ഒരാളൊന്ന് മൈക്ക് ഓണയ്ക്കും. ഓക്കെ. അപ്പൊ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പത്രോസ്ലീഗ വിടുവിക്കപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെ? പക്ഷെ ഞാൻ പറയുന്നു അതല്ലെന്ന്. അതിന് ഞാൻ തെളിവ് തരാം. ഞാൻ ഓരോ കാര്യം പറഞ്ഞതിന് തെളിവ് തരും കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഭാഗം നിങ്ങൾക്ക് അറിയുന്നതോടെ ഞാൻ പറയുകയാണ്. കാരാഗ്രഹത്തിൽ പത്രോസ് കിടക്കുന്നു, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നു. 12-ന്റെ 5-ലാണത് പറയുന്നത്. അങ്ങനെ പത്രോസ്ലീഗ അവിടുന്ന്
വിടുവിക്കപ്പെട്ടു. ദൂതൻ അവനെ ഒന്നാം വാതിലും രണ്ടാം വാതിലും മൂന്നാം വാതിലും തുറന്ന് എവിടെ കൊണ്ട് വിട്ടു? പട്ടണത്തിൽ കൊണ്ടാക്കി. അങ്ങനെ പത്രോസ്ലീഹ പ്രാർത്ഥിക്കുന്നവരുടെ ആ വീടിന്റെ അവിടെ വന്നിട്ട് വാതിലുമ മുട്ടിയെന്ന അല്ലെ. വാതിലുമ മുട്ടിയപ്പോ രോധ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്ത് ചെയ്തു? ആ വാതിൽ തുറക്കാൻ വന്നു. ഒന്ന് വായിച്ചോ, 12 വാക്യം വായിച്ചോ, 12 വാക്യം വായിച്ചേ. ആ 12. ആ ആ വായിച്ചോ. ആ വായിച്ചോ. ആ അടുത്ത് മതി 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 മതി. അപ്പൊ സഭ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചേ? പറ. പത്രോസിന്റെ വിടുതലിന് വേണ്ടിയല്ലേ ഇവര് പ്രാർത്ഥിച്ചേ? പക്ഷെ പത്രോസ് വിടുവിക്കപ്പെട്ട് വന്നപ്പോ ഈ പ്രാർത്ഥിച്ചവര് പറയാനേ നിനക്ക് പ്രാന്താണ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പൊ അവര് വിശ്വാസത്തോടുകൂടിയാണോ പ്രാർത്ഥിച്ചേ? നിങ്ങൾ പറ. സഭയുടെ പ്രാർത്ഥന കൊണ്ട് ഒന്നല്ല പത്രോസ് വിടുവിക്കപ്പെട്ടെ. തെളിവേറെ എന്തുകൊണ്ട് വിടുവിക്കപ്പെട്ടെന്ന്. യോഹന്നാന്റെ വിശേഷം 21-ാം അധ്യായം അതിന്റെ 18 വാക്യങ്ങൾ വായിച്ചേ. എന്തുകൊണ്ടാ പത്രോസ് വിടുവിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ 18 മുതൽ ആ ആ അടുത്ത വാക്യം കൂടെ. ആ അതായത് ഇത് മതി. അപ്പൊ പത്രോസിനോട് യേശു പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? പത്രോസേ, നീ യൗവനക്കാരനായിരുന്നപ്പം അല്ലെ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. പക്ഷെ നീ വൃദ്ധനായ ശേഷം നിന്റെ അരകെട്ടി വേറൊരുത്തൻ നിന്നെ നടത്തും. എന്നിട്ട് നീ ഇന്ന വിധം മരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ യൗവന പ്രായത്തിൽ നീ മരിക്കില്ല, നീ വൃദ്ധനായ ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് കർത്താവ് പത്രോസിനൊരു വാഗ്ദത്തം എടുത്തിരുന്നു. ആ വാഗ്ദത്തത്തിൽ ആഴമായി വിശ്വസിച്ചത് കൊണ്ടാണ് യാക്കോബിനെ വാൾ കൊണ്ടുവന്നിട്ടും അടുത്ത ഊഴം തന്റെയാണെന്ന് അറിഞ്ഞിട്ടും കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ പടയാളികളുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി അവൻ കടന്നുറങ്ങിയതിന്റെ കാരണം എന്തെന്നറിയാമോ? വാഗ്ദത്തം ചെയ്തവൻ കർത്താവായതുകൊണ്ട് ചങ്ങലയല്ല, കാരാഗ്രഹമല്ല, എന്തെല്ലാം വന്നാലും അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ എന്റെ സർവശക്തനായ ദൈവമാണ് കാരണം. കർത്താവിനോട് പറഞ്ഞു, വൃദ്ധനായ ശേഷം മാത്രമേ നീ മരിക്കത്തുള്ളൂ. ആ വാഗ്ദത്തമാണ് പത്രോസിനെ കാരാഗ്രഹത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നും അല്ല ഇത് നടക്കുന്നത്. ചിലർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കുടുംബം നിൽക്കുന്നത്. ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നോ? നമ്മുടെ പല പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരു ജൽപ്പനമായി മാത്രമേ മാറുന്നുള്ളൂ. പലപ്പോഴും വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന എന്നല്ല. പണ്ടൊരു അമ്മച്ചിയുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു അമ്മച്ചിക്ക് വയസ്സായി. അപ്പൊ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പൊ അമ്മച്ചിയുടെ വീടിന്റെ മുമ്പിൽ വലിയൊരു മല നിൽക്കുന്നുണ്ട്, മല. അപ്പൊ അമ്മച്ചിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെങ്കിൽ ഈ മല ചുറ്റിയിട്ട് വേണം. ഈ മലയുടെ അപ്പുറത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രാർത്ഥന സ്ഥലമുള്ളത്, ഹോളുള്ളത്. അപ്പൊ മല ചുറ്റിയിട്ട് വേണം പോവാൻ. അപ്പൊ അങ്ങനെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദേവാസം വന്നു. എന്നിട്ട് അപ്പൊ ആ ദേവാസം പ്രസംഗിച്ചു, ഈ മലയോട് വിശ്വാസത്തോടുകൂടി നീങ്ങി പോവാൻ പറഞ്ഞാൽ ആ മല നീങ്ങിപ്പോവും എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചിയുടെ അകത്ത് ചെറിയൊരു വിശ്വാസം. എന്നാ പിന്നെ എന്റെ വീടിന് മുമ്പിലുള്ള മല എന്ത് ചെയ്യാം, ഒന്ന് നീങ്ങി പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് മാറിക്കഴിഞ്ഞാൽ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചർച്ചിലെത്താൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ അമ്മച്ചി എന്ത് ചെയ്തു, 3 ദിവസം ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മച്ചി 1ാമത്തെ ഉപവാസം ഇരുന്നു. കാലത്ത് മുതൽ ഇരുന്ന് വൈകിട്ടായപ്പോ ചെന്ന് നോക്കി, മല നീങ്ങിപ്പോയി. നോക്കിയപ്പോ മല അങ്ങനെ തന്നെ ഇരിക്കുക. അമ്മച്ചി വിശ്വാസത്തോട്ട് കൈവിട്ടില്ല. 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരു ദിവസമല്ലേ കഴിഞ്ഞുള്ളൂ. 2ാമത്തെ ദിവസം അമ്മച്ചി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇത്രയും കൂടെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വൈകിട്ട് 2ാമത്തെ ദിവസം വൈകിട്ട് ചെന്ന് നോക്കിയപ്പം മല എന്ത് ചെയ്യുക, അവിടെ തന്നെ നിൽക്കുക.
അപ്പൊ അമ്മച്ചി വിചാരിച്ചു ഇനി ലാസ്റ്റ് ദിവസമായിരിക്കും, അവസാന ദിവസമായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. അന്ന് അവസാന ദിവസം ഇനി വെള്ളം കുടിക്കാതിരിക്കാം, ഇനിയിപ്പോ അതുകൊണ്ടാവണ്ട എന്ന് വരച്ചെന്താണ്, ഭക്ഷണവും ഇല്ല, ഇപ്പൊ വെള്ളവും ഇല്ലാതെ കഠിനമായിട്ട് ഉപവസിച്ചു. അങ്ങനെ വൈകിട്ട് എന്ന് നോക്കിയപ്പം മല വീണ്ടും അവിടെ തന്നെ നിൽക്കുക. അപ്പൊ അമ്മച്ചി പറയാണ് അല്ലെങ്കിൽ ഒന്നും ഈ മാറില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ അമ്മച്ചിക്ക് ഇത് നേരത്തെ അറിയാം, ഹൃദയത്തിന്റെ അകത്തളത്തിൽ അമ്മച്ചിയുടെ വിശ്വാസം എന്ത് തന്നെയാണ്, ഇത് മാറുമൊന്നുമില്ല. പിന്നെ പാസ്റ്റർ പറഞ്ഞതായതുകൊണ്ട് 3 ദിവസം എന്ത് ചെയ്യാം, ഉപവാസിരിക്കാം. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, ഉപവാസങ്ങളൊക്കെ. ഇനി നമ്മുടെ പ്രാർത്ഥന ഉപവാസം എന്തിനാണെന്ന് തന്നെ ദൈവത്തിന് പോലും അറിയില്ല. കാരണം നമ്മൾ ദൈവഹിത പ്രകാരമാണ്. പൗലോസിന്റെ പ്രാർത്ഥന ഒരു 10-20 പ്രാർത്ഥനകളുണ്ട് ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഇനി അതിന്റെ ആ വീഡിയോസിൽ ഇനിയിപ്പം ഈ കർത്താവിന്റെ വരവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു വിഷയമാണ് ഇടുന്നത്. ആമേ, അതിനകത്ത് ഞാനത് പൂർണ്ണമായിട്ട് വിവരിക്കാതെ പത്രോസ്ലീഗ അല്ല പൗലോസ്ലീഗ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പൗലോസ് എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ നീതിഫലം നിറഞ്ഞവരാകണം, ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും സകല വിശ്വസ്തന്മാരോടുകൂടി നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം, നിലനിൽക്കണം. അങ്ങനെ അനേക കാര്യങ്ങളാണ്. അങ്ങനെ അനേകമായ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം, പ്രകാശിക്കണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങൾ അറിയണം. ഇങ്ങനെ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പൗലോസ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതെന്തറിയുമോ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഞെരുങ്ങാണ് ശരിക്കും. നിങ്ങളുടെ അടുത്ത് റോമാലേഖനം എടുത്തേ, റോമാലേഖനം 8-ാം അധ്യായം 26-26 വാക്യം വായിച്ചേ. റോമാലേഖനം 8:26. അപ്പൊ നമുക്ക് വേണ്ടും പോലെ നിർത്തി വായിക്കണേ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് എന്തില്ല, അറിയില്ല. കാരണം നമ്മൾ ജഡത്തിലിരിക്കുന്നത് കൊണ്ട് ജഡത്തിൻ്റെതായ പ്രാർത്ഥനകളാണ് കൂടുതൽ വെളിപ്പെടുകയുള്ളൂ. മുട്ടുവേദന മാറണം, കാലുവേദന മാറണം, ഫ്ലൈറ്റ് പോകുമ്പം പൊട്ടിത്തെറിക്കാതെ അവിടെ എത്തണം, നല്ല ജോലി കിട്ടണം, കൊച്ചിന് നല്ല കല്യാണം നടക്കണം, ജോലിക്കായിട്ട് നടക്കണം, പിന്നെ ബോസിനെയൊക്കെ സന്ദർശിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ. നമ്മളെ ഉപദ്രവിച്ചൊക്കെ കയ്യും കാലം ഓടിക്കണം, നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റണല്ലോ. അതുകൊണ്ട് ദൈവം നീ ശിക്ഷ കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ആമേൻ. അപ്പൊ ഇങ്ങനെ ഈ ചപ്പും ചവറിനും വേണ്ടി ഒക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ അതാണ് വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നല്ലേ, പ്രാർത്ഥിക്കാൻ എന്തെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അടുത്തത് വായിച്ചോട്ടെ. അടുത്തത് അതോ. അപ്പൊ യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തുള്ളൂ. കാരണം പരിശുദ്ധാത്മാവിന് എന്തിനാ ഭൂമിയിലേക്ക് അയച്ചേ, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തി കർത്താവിന്റെ വരവിന് വേണ്ടി കറ, ചുളുക്കം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത നിർമ്മല കന്യയാക്കി നമ്മളെ ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന് ഭൂമിയിലേക്ക് അയച്ചേ. അപ്പൊ നമ്മളിപ്പം ഒരു 100 പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും. പരിശുദ്ധാത്മാവ് ആ ലിസ്റ്റ് കൂടെ നോക്കി കഴിയുമ്പോൾ ഒരു 95 കാര്യങ്ങളും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തേക്കണേ, നമ്മൾ പ്രാർത്ഥിച്ചേക്കണേ. അപ്പൊ പരിശുദ്ധാത്മാവിന് ഇത് കൊണ്ടുപോയിട്ട് എവിടെ ദൈവത്തിന് ശല്യം ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം ദൈവം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചേക്കണതിന് വേണ്ടിയാ നമ്മളെ ആത്മീകമായിട്ട് വളർത്തിയെടുക്കാൻ, നമ്മളെ നിർമ്മല കന്യാക്കാം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ത് പറയുമോ, ആ 95 പ്രാർത്ഥന അങ്ങോട്ട് വെട്ടിക്കളയും. ഞാൻ പറയാറുണ്ടോ? എന്നിട്ട് അതിനകത്ത് ആത്മീക വളർച്ചയ്ക്കുള്ള പ്രാർത്ഥന എന്താണ്, മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ കർത്താവ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ നികത്തുവാനുള്ള, നമ്മുടെ ആത്മീക ക്ഷീണത്തെ മാറ്റുവാനുള്ള, അല്ലെങ്കിൽ എപ്പപ്പാസ് പ്രാർത്ഥിച്ച പോലെ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് വേണ്ടിയാണ് എപ്പപ്പാസ് പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവൻ പോരാടി പ്രാർത്ഥിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞ സൗരി, ഞാൻ നിന്റെ വിഷയത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. ചില ദൈവദാസന്മാരൊക്കെ ഫോൺ വിളിച്ചിട്ട്, കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അവർക്ക് അയച്ചു കൊടുക്കും. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇനിയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നാൽ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്മകളൊക്കെ ദൈവം ഒരുക്കും.
അല്ലേ? ഇന്ന് പ്രവാചകന്മാരിലേക്ക് നമ്മുടെ ആശ്രയങ്ങൾ പോയി. അവര് പറയണത് ഇപ്പൊ ദൈവത്തിന്റെ വചനത്തെക്കാളും വലിയ വാക്കായിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നമുക്കത് വിശ്വാസമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇതിനേക്കാളും ആ ചെക്ക് ചെയ്തപ്പോ അവിടെ ആ രോഗം കണ്ട്, ഈ രോഗം കണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടറെയാണ് ഇപ്പൊ നമുക്ക് വലിയ വിശ്വാസം. ദൈവത്തെ വിശ്വാസമില്ല. ഈ ഡോക്ടർക്ക് ജ്ഞാനം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആ വലിയ ഡോക്ടറായ ദൈവത്തെ നമുക്ക് വിശ്വാസമില്ല. ഇപ്പൊ നമുക്ക് എന്താണല്ലേ? അല്ലേ? അപ്പൊ ദൈവത്തിലുള്ള ആശയമൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന എന്തെന്ന് അറിയില്ല. കാരണം നമ്മൾ ജഡത്തിലിരിക്കുക. അപ്പൊ നമ്മൾ മൈക്കൊന്നും മ്യൂട്ടാക്കണേ. അപ്പൊ ജഡത്തിന്റെ പ്രാർത്ഥനയാണ് ഇത് കൂടുതൽ വെളിപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടതായ ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഈ അടിസ്ഥാന വചനം അല്ലെങ്കിൽ ആദ്യ വചനം എന്താണെന്ന് അറിയാമോ? ഞാനൊരു സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം അവർക്കത് അറിയില്ല. അവർ ആദ്യമായിട്ട് കേൾക്കണേന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് വായിച്ചു എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. എബ്രായ ലേഖനം 6-ാം അധ്യായം. ആ ആ ആ ആ ആ ആ അപ്പൊ ഇവിടെ പറയുന്നത് ഈ 6 കാര്യങ്ങൾ ആദ്യ വചനമാണ്, അടിസ്ഥാന വചനമാണെന്ന് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? 1, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. 2, ദൈവത്തിലെ വിശ്വാസം. ദൈവത്തിലെ വിശ്വാസത്തെ കുറിച്ചും നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരത്തെ കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. പുതിയമത്തിൽ ഞാൻ പഠിച്ചപ്പോൾ 10 വിധമായ സ്നാനത്തെ കുറിച്ച് പുതിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഇനി അടുത്തതെന്താണ്? കൈവെപ്പ്. 7 വിധമായ കൈവെപ്പിനെ കുറിച്ച് പുതിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരിച്ചവരുടെ പുനരുദ്ധാനം. 5 ഘട്ടങ്ങളിലായിട്ടാണ് മരിച്ചവരുടെ പുനരുദ്ധാനം. അത് ശരിക്കും പറഞ്ഞ ഒരു 6 മാസം എടുക്കേണ്ട ഒരു ക്ലാസ്സാണ്. അത്രയധികം ഉണ്ട്. പിന്നെ എന്താണ്? നിത്യശിക്ഷാവധി. അപ്പൊ ഈ 6 കാര്യങ്ങൾ ആദ്യ വചനമാണ്, അടിസ്ഥാന വചനമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയമാണ് ഏത്? ഈ 6 കാര്യങ്ങൾ. എന്നിട്ടാണ് പറയുന്നത്, എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, എന്ന് പറഞ്ഞാൽ ഈ 6 കാര്യങ്ങൾ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. പക്ഷെ ഇന്ന് ഈ 6 കാര്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുക. ഇത് തന്നെ കഴിഞ്ഞിട്ടില്ല. 20 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്. എന്നിട്ട് ഇതുപോലും നമുക്ക് പൂർണ്ണമായിട്ട് ഇവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഇനി എന്നാണ് നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നത്? ഈ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചാൽ എന്താ ഗുണം അറിയാമോ? ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ച് 7-8 വായിച്ചേ. ആ ആ ആ ആ കണ്ട പൗലോസ് പറയുന്ന ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. അതാണ് ഇവിടെ പറഞ്ഞ പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അറിയാമോ? പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമ്മളിൽ വെളിപ്പെട്ടാലാണ് ക്രിസ്തു നിമിത്തം നമുക്ക് സകലവും ഛേദമെണ്ണാൻ കഴിയുകയുള്ളൂ. പൗലോസ് കപ്പലും അല്ലെ, വലിയ കപ്പലിന്റെ ഉടമയായിരുന്നു. വലിയ ധനവും ജ്ഞാനം വിദ്യാഭ്യാസമൊക്കെ വിട്ടിട്ട്, വലിയ കപ്പലൊക്കെ വിട്ടിട്ട് അവസാനം പുള്ളിക്ക് എന്താണ്? ഒരു പുതപ്പും കുറച്ച് പുസ്തകം മാത്രം ഉണ്ടായുള്ളൂ. അത് പുതയ്ക്കാൻ പോലും പറ്റിയില്ല. അത് എത്തുന്നതിന് മുമ്പേ പുള്ളി മരിച്ചു. അത് കപ്പലായിട്ട് ഇറങ്ങിയിട്ട് പുതപ്പിൽ അവസാനിച്ചത്. നമ്മൾ പുതപ്പായിട്ട് ഇറങ്ങിയിട്ട് കപ്പലേലൊന്നും അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പ്രാഗൽഭ്യത്തോടെ പറയുന്നത്, അല്ലാതെ ഞാന് എല്ലാം വാരി കൂട്ടിയിട്ടല്ലേ. വേണമെങ്കിൽ ഞാൻ സൗദി അറേബ്യയില് 11-11.5 വർഷം ഞാൻ ജോലി ചെയ്താണ്. ജോലി ഉണ്ടായിരുന്നു, വേല ഉണ്ടായിരുന്നു. ഒരു 10-35 ലക്ഷം രൂപയുടെ വീടൊക്കെ എനിക്ക് വേണമെങ്കിൽ വെക്കായിരുന്നു. പക്ഷെ 1 സെന്റ് സ്ഥലം മേടിക്കോ ഒരു വീടോ ഞാൻ അതിൽ വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ വാടക താമസിക്കുന്നു.
ഞാൻ പ്രാഗൽഭ്യത്തോടെ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. അവൻ ഞാൻ ഓരോ കാര്യങ്ങളനുസരിച്ചാണ് എല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് ഇന്ന് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ, നമ്മള് യഥാർത്ഥത്തിൽ കർത്താവിനെ നമ്മൾ വചനം അനുസരിച്ചാൽ, കർത്താവിനോടുള്ള ആഴമായിട്ട് സ്നേഹം ഉണ്ടായാൽ നമ്മുടെ എല്ലാം നഷ്ടമാവുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലെ? യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, അല്ലെ, പത്രോസിന്റെ പടകിൽ യേശു ക്രിസ്തു കയറി പ്രസംഗം നടത്തി, അല്ലെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷെ യേശു പറഞ്ഞു, നീ എന്ത് ചെയ്യാ, ആഴത്തിലേക്ക് വീശാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? 2 പടക നിറച്ച് മീൻ കിട്ടി. അതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും വലിയൊരു മീൻകൂട്ടത്തിൽ ഇതുവരെയും പത്രോസിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മളാണ് എന്ത് പറഞ്ഞേനെ, കർത്താവിന്റെ പുറകെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും, കർത്താവെ ഞാനിതൊന്ന് വിറ്റിട്ട്, അല്ലെ, എന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വന്നിട്ട് നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞേ. പക്ഷേ പത്രോസ് പറഞ്ഞെന്നറിയാമോ, കർത്താവെ ഞാൻ പാവിയായ മനുഷ്യനായോട് നീ എന്നെ വിട്ടുപോകണമെന്ന്. നമ്മളാണീ പറഞ്ഞ, കർത്താവെ നീ ഒരിക്കലും പോകരുത്, നാളെ വരണം, അന്ത് എന്റെ പടകിൽ തന്നെ എന്ത് ചെയ്യണം, നീ കയറണം, നീ എന്റെ പടകിൽ തന്നെ പ്രസംഗിക്കണം. പ്രസംഗത്തിന്റെ അവസാനം ഇന്ന് ചെയ്ത പോലെ വീണ്ടും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന? എന്തോ പിടിച്ചു മേടിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനേറെ 6 ദിവസവും എന്തോ കർത്താവിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ വേണ്ടി പ്രാർത്ഥനയാ. 7-ാം ദിവസം സഭയിൽ എന്നിട്ട് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നേ? 7-ാമത്തെ ദിവസം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നേ. നമ്മൾ എന്തിനു വേണ്ടി ആരാധനയ്ക്ക് പോകുന്നേ? ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ലേ, ദൈവത്തിന് മഹത്വം വരാറ്റല്ലേ. 6 ദിവസം ദൈവം നമ്മളെ സൂക്ഷിച്ചു, 6 ദിവസം ദൈവം നമ്മളെ പരിപാലിച്ചു, ആയുസ്സും ആരോഗ്യം ബലവും ജ്ഞാനും കൃപയും ശക്തിയൊക്കെ തന്നു. ആമേൻ. അതിനുവേണ്ടി നന്ദി കരയറ്റാൻ വേണ്ടിയല്ലേ നമ്മൾ പോകേണ്ടത്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് വേണ്ടി അവന് നന്ദി കരയറ്റുവാൻ, അവന് മഹത്വം കരയറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആലയത്തിലേക്ക് പോകേണ്ടത്. അത് എങ്ങനെ പോകേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ആലയത്തിൽ ചെന്നിരുന്ന് കൃപ പ്രാപിക്കാൻ വേണ്ടി പോകുന്നവരാ. പക്ഷെ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നേ? 5-ാം അധ്യായം, സങ്കീർത്തന പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. സങ്കീർത്തന പുസ്തകം 5-ന്റെ 7. പെട്ടെന്ന് വായിച്ചാട്ടെ. അപ്പൊ ഇവിടെ സംഗീതക്കാരെ പറയും, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ആലയത്തിലേക്ക് ചെല്ലുന്നു. നമ്മൾ പറയുന്നത് ആലയത്തിൽ ചെന്നിട്ട് വേണം എനിക്കൊന്ന് കൃപ പ്രാപിക്കാൻ എന്നാ. നമ്മൾ കൃപ പ്രാപിച്ചു വരുമ്പോഴേക്കും ആരാധന കഴിഞ്ഞ ആസ്വാദം പറയും. അപ്പൊ അന്നും പറ്റിയില്ല, അടുത്ത ആഴ്ച വീണ്ടും പോവാ. ഈ അബ്രഹാം യാഗത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി പോയപ്പോ വലിയ പുളിമുട്ടിയും ചുമന്നുകൊണ്ടല്ല പോയത്. യഥാർത്ഥത്തിൽ മുട്ടിയും ചുമന്നുകൊണ്ട് പോലെ എളുപ്പം. മറ്റേത് വിറകാകുമ്പോ ഒന്നുകൂടെ നീ കയറിട്ട് കിടണം. മുട്ടിയാണെങ്കിൽ ഒരെണ്ണം കൊണ്ടാൽ മതിയല്ലോ. പക്ഷെ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് വിറക് കീറിക്കൊണ്ട് പോയെന്ന. നമ്മൾ വലിയ പുളിമുട്ടി എടുത്ത് ചർച്ചയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ നിന്ന് കൊത്തിക്കയറാൻ നോക്കുക. നമ്മള് അവിടെ നിന്ന് വേണം കൃപ പ്രാപിക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാത്തത്. നമ്മൾ കൃപയുടെ ബഹുത്വത്തെ രാവിലെ എഴുന്നേറ്റ് ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കൃപ ഏറ്റെടുത്ത് ആ കൃപയുടെ ബഹുത്വത്താൽ വേണം ആലയത്തിലേക്ക് പോവാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് വേണം ആലയത്തിലേക്ക് പോകാൻ. അല്ലെങ്കിൽ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതുപോലെ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതുപോലെ വചനം കേൾക്കുമ്പോൾ അത് നിഷ്ഫലമായി തീരും. അന്ന് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് 30, 60, 100 മേനിയായി വരുന്നു. കണ്ടോ? അപ്പൊ അവ ഈ നല്ല ഹൃദയമായിട്ട് ഒരുക്കിയിട്ട് പോകുന്നതിനെയാണ് കൃപയുടെ ബഹുത്വത്താൽ പോകണമെന്ന് പറയുന്നത്. അങ്ങനെ പോയിട്ട് ആലയത്തിൽ ചെന്ന് 2 സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞ് ആ ദൈവവചനമൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോണ്ടല്ലോ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമാകും. ദൈവശക്തിയായിട്ട് അത് വ്യാപരിപ്പാനിടയാകും. നമുക്കൊരു വിടുതല ആവരിക്കും, ഒരു ദൈവകൃപ ആവരിക്കും. ആമേൻ. അതുകൊണ്ട് കൃപയുടെ ബഹുത്വത്താൽ വേണം ആലയത്തിലേക്ക് പോകുവാൻ. ഇനി അടുത്ത കാര്യം, ആലയത്തിലേക്ക് പോകുമ്പോൾ 10 മണിക്ക് പ്രാർത്ഥന വെച്ചാൽ 10 മണിക്ക് തന്നെ പോകണം. ഞാൻ എവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ഇന്നിപ്പോ വൈകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് ഓപ്പൺ ആവില്ല. ഞാൻ 20 ഇവിടെ വന്നിരുന്നതാ. പക്ഷെ എന്ത് ചെയ്ത് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ 20 ഈ നിലയ്ക്ക് കയറിയാനേ. അത് അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അതാ സമയം 5 മിനിറ്റ് വൈകി പോയെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഇവിടെ എൻ്റെ ഒരു IPC ചർച്ചിൽ എൻ്റെ മീറ്റിംഗ് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഞാൻ 9:50 അവിടെ ചെന്നിരുന്നു. നോക്കിയപ്പോ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പാസ്റ്റർ വിളിച്ചു, പാസ്റ്റർ എന്നോട് പറഞ്ഞു 10 മണിക്കല്ലേ മീറ്റിംഗ്, ആരും കാണാനില്ലല്ലോ. അപ്പൊ പാസ്റ്റർ പറയണേ,
ഇവിടെ 10:30 മീറ്റിംഗ് എങ്കിൽ 10 മണിക്ക് എന്ന് പറഞ്ഞാലേ എന്തേ ഉള്ളൂ, ആൾക്കാർ 10:30 എത്തുള്ളൂ. എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് നമ്മുടെ മോദിജി നമ്മുടെ വീട്ടിലേക്ക് വരാന്നിരിക്കും. അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ആരും വീട്ടിലില്ല, നമ്മൾ എവിടെയോ പോയിരിക്കുക. ആള് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യുക. നമ്മളെ വെയിറ്റ് ചെയ്താൽ നമ്മൾ അദ്ദേഹത്തെ മാനിക്കുകയാണോ അപമാനിക്കുകയാണോ ചെയ്യുന്നത്? നമ്മളൊരു പ്രധാനപ്പെട്ട വ്യക്തി വന്നാൽ നമ്മൾ അവരെ കാത്തിരുന്ന് അവർക്ക് മുമ്പേ നമ്മൾ അവിടെ എത്തണം, അല്ലെ? അതാണ് അതിന്റെ മാന്യത എന്ന് പറഞ്ഞാൽ. വചനം പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തേക്ക് അവരുടെ നടുവിൽ ആര് വരും? കർത്താവ് വരും. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചാൽ ആ സമയത്ത് കർത്താവ് അവിടെ വരും. അപ്പോൾ ആ സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പേ നീ ആലയത്തിലെത്തണം. അല്ലാതെ 10:30 പ്രാർത്ഥന തുടങ്ങിയിട്ട് 10:00, 10:45, 11:00 കയറി വന്നിട്ട് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാ? എനിക്കതിന്റെ മർമ്മം മനസ്സിലാവുന്നില്ല. ജീവിതകാലത്തെ നമ്മൾ അനുഗ്രഹിക്കപ്പെടില്ല. കാരണം കർത്താവെല്ലാം അതതിന്റെ സമയത്ത് നന്നായി ചെയ്യുന്ന കർത്താവാ. അപ്പൊ നമ്മൾ സമയം പാലിച്ചാൽ ദൈവം നമുക്ക് സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ഞാൻ കൃപയാൽ ഇന്നും വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. ഇത് കാശ് തരാൻ വേണ്ടിയിട്ട് പറയണമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. ഞാനൊരു ഉദാഹരണം പറയണതാ. നമ്മുടെ സഭയിൽ നിന്ന് 3000 രൂപ സപ്പോർട്ടുള്ളൂ നമുക്ക്. എനിക്ക് ഒരു ദിവസം 45,000 രൂപ വേണം ഇവിടെ. 45,000. കാരണം ചർച്ചിന്റെ വാടക 10, എൻ്റെ വീടിന്റെ വാടക 10, അതേപോലെ കുഞ്ഞുങ്ങളുടെ ഫീസ് എല്ലാം കൂടെ 10. 3 പേര് പഠിക്കുന്നുണ്ട്, അവർക്ക് 10,000 രൂപ വേണം. അപ്പൊ അതിന് 30,000 രൂപയായി. പിന്നെ ഞങ്ങളുടെ ചെലവ്, വണ്ടിയുടെ പെട്രോള്, ഞങ്ങൾ പരസ്യത്തിന് പോകുന്നുണ്ട്, അങ്ങനെ പ്രവർത്തനം കാര്യങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ചുരുങ്ങിയതൊരു 15. വീട്ടിൽ ചെലവെല്ലാം കൂടി കൂടിക്കും, ചുരുങ്ങിയ കണക്കാം. എങ്കിൽ തന്നെ വേണം 45,000 രൂപ വേണം. പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് വചനം ഒന്നും എന്താ പറയാ മറച്ചു വെക്കാതെ അതേപോലെ ഞാൻ പഠിപ്പിക്കുക. അത് എവിടെയാണ് എന്റെ സഭയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്റെ സൺഡേ മെസ്സേജ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എന്റെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് സൺഡേ മെസ്സേജ്. നിങ്ങൾ കേൾക്കണം. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന പോലെ തന്നെ എവിടെയും പഠിപ്പിക്കുന്നുള്ളൂ. കാരണം എനിക്ക് കർത്താവിന്റെ സന്നിധി ഞാൻ കണക്ക് കൊടുക്കണം. ഞാൻ പല കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനിതിൽ നിന്ന് കുറച്ചോ, അതാണ് പൗലോസ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇതിൽ നിന്ന് ഒന്നും കുറയ്ക്കാതെ എന്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളിൽ ആരും നശിച്ചു പോയാൽ ഞാൻ ഇനി എന്തല്ല ഉത്തരവാദി അല്ലെന്നാ പൗലോസ് പറയുന്നത്. അപ്പൊ ഇത് ദൈവം എന്നെ വിശ്വസ്തമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പല സ്ഥലത്ത് പോയിട്ട് ശുശ്രൂഷയ്ക്ക് പോയിട്ട് കൈയും കാശും തരാതെ വിട്ടിട്ടുണ്ട്. എത്ര സ്ഥലമുള്ളതെന്ന് അറിയാമോ? കാരണം ദൈവജനം കറക്റ്റായിട്ട് പറഞ്ഞ് അവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ പണ്ടൊരിക്കൽ ഞാൻ സൗദി അറേബ്യയിൽ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ മീറ്റിങ്ങിന് പോയപ്പോ അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ കുടുംബമുണ്ട്. അങ്ങനെ എനിക്ക് അന്ന് കാറുണ്ടായിരുന്നു അവിടെ സൗദി അറേബ്യയിൽ വെച്ച്. അപ്പം ഞാൻ ആ ചർച്ചിൽ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് ചെന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു വേർപാടിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വേർപാടിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഇതിപ്പോ അങ്ങനെ തന്നെയാണ്. ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്താവ് പറഞ്ഞത് ഈ വിഷയം പ്രസംഗിക്കാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം അങ്ങ് പ്രസംഗിച്ചതാണ്. ഞാൻ വേറൊരു വിഷയമാണ് പ്രസംഗിക്കായിരുന്നത്. ഓക്കെ, പോട്ടെ. അപ്പൊ അവിടെ വേർപാടിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ മീറ്റിംഗ് കഴിഞ്ഞ പാടെ പിന്നെ പാസ്റ്റർ കാണാനില്ല. പാസ്റ്റർ അവിടെ കാണാനില്ല. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ എന്റെ കയ്യിൽ 50 റിയാൽ ആകൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മീറ്റിങ്ങിൽ വിളിച്ച് അവരെന്തെങ്കിലും സാമ്പത്തികം തരുമല്ലോ. അപ്പൊ ഈ 50 റിയാൽ ഞാൻ സ്വതരാജ്യം ഇടുകയും ചെയ്തു. ഭാഗ്യത്തിന് വണ്ടിയിൽ പെട്രോൾ ഉള്ളവരെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കാരണം 25 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ മീറ്റിങ്ങിന് പോയി. ഞാൻ പറയാനുണ്ടോ? അപ്പൊ ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പഠിപ്പിക്കുമ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടാണോ അത്. പക്ഷെ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ ശുശ്രൂഷ കർത്താവ് കരുണ വന്നിട്ട് എന്നെ ഏൽപ്പിച്ചതാ. കാരണം ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച ആളാ. ഞാൻ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. പക്ഷെ യഥാർത്ഥമായിട്ട് സ്നാനത്തെ കുറിച്ചൊന്നും ഒരു കൃത്യമായ അറിവോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പൊ അങ്ങനെ സ്നാനപ്പെട്ടത് കൊണ്ട് ഞാൻ പിന്മാറിപ്പോയി. അങ്ങനെ ആവശ്യം പോലെ പാവങ്ങളൊക്കെ ചെയ്ത് നടന്നു. അങ്ങനെ കർത്താവിനാൽ പിടിക്കപ്പെട്ട് വലതുകാല് വട്ടമൊടിച്ചു. വലതുകാലിന്റെ തുടയല് വട്ടമൊടിച്ചിട്ടാണ് എന്നെ കർത്താവ് തിരിച്ചു കൊണ്ടത്. അപ്പൊ അങ്ങനെ എങ്കിലും കർത്താവിനെ തിരിച്ചു സെക്കൻഡ് ചാൻസ് കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ട് ഇനി കർത്താവിനെ വിട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല. ഇനി കർത്താവ് പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കാൻ കഴിയത്തില്ല. പലപ്പോഴും പിന്മാറിപ്പോകേണ്ട സകല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും 22 വർഷമായിട്ട് കർത്താവിനെ ശുശ്രൂഷയിൽ നിർത്തി അമ്മേന്റെ നല്ല പ്രായത്തിൽ 21ാമത്തെ വയസ്സില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ കർത്താവിനെ സഹായിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും അമ്മേ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിലനിൽപ്പാൻ, ഉപദേശത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവിനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേ അനേകരുടെ ഇടയിൽ അമ്മേ ഈ കർത്താവിന്റെ വചനം മാറ്റമില്ലാതെ അമ്മയെ മാറ്റു കുറയ്ക്കാതെ പഠിപ്പിക്കാൻ തൊക്കണം കർത്താവ് ഇന്ന് തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെന്ന് അറിയാമോ, അമ്മയെ തക്ക സമയത്ത് ഏതെങ്കിലും വഴി കർത്താവ് ഒരുക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതെന്താണെന്ന് അറിയാമോ? കർത്താവ് ഇപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ
കർത്താവ് എനിക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിപ്പോ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ പഠിച്ച സ്കൂളൊക്കെ 100 മീറ്റർ ഇപ്പുറത്താണ്. എന്റെ ദേശത്ത് തന്നെയാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്. അപ്പൊ കർത്താവ് എനിക്ക് തന്നൊരു നിയോഗമായിരുന്നു, ഈ തൃശ്ശൂർ ജില്ല മുഴുവനും എന്ത് ചെയ്യണം, പോയി ചുറ്റി പ്രാർത്ഥിക്കണം. അങ്ങനെ 2024 ഞാനിത് പോയത്. ഫെബ്രുവരി 2 മുതലാണ് പ്രാർത്ഥന ആരംഭിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 10-15,000 കിലോമീറ്ററോളം 3-4 പ്രാവശ്യം ഞാൻ ഈ തൃശ്ശൂർ ജില്ലയെ ചുറ്റി പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്കാ പോവാ, ബൈക്കിൽ ഒറ്റയ്ക്കാ പോവാ. അപ്പം ചിലര് പറഞ്ഞു, പാസ്റ്റേ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകരുത്, പിശാചി കയറി അടിക്കുന്നു പറഞ്ഞു. എത്രയോ പേര് പറഞ്ഞു, ദൈവദാസന്മാരെ പറയണത്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ഒരു നാളും ഒരു ദോഷവും ചെയ്യത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. ഏകദേശം 2 വർഷമായിട്ട് ഇതുവരെയും പിശാചൊന്നും അടിച്ചിട്ടില്ല. കൃപയായിരുന്നു ഞാൻ സന്തോഷത്തോടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ ഈ ദേശത്ത്, ഞങ്ങളുടെ ദേശത്ത് പാണഞ്ചേരി പഞ്ചായത്താണ്, തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഈ പാണഞ്ചേരി പഞ്ചായത്തില് ഒരുപാട് പ്രാവശ്യം രാത്രിയൊക്കെ 11 മണിക്കൊക്കെ ഞാൻ ബൈക്കിൽ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് പോവും. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിക്കും. അതിന്റെ ഫലം എന്താണെന്നറിയാമോ? ആമേൻ. ഇപ്പൊ നാട്ടുകാർ പറയുന്നത്, ഇവിടുത്തെ മന്ത്രവാദികളൊക്കെ സ്ഥലം വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാണല്ലോ. കാരണം ഓരോ ദേശത്തെയും അടക്കി വാഴുന്ന ഓരോ ദേശാധിപതികളുണ്ട്. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പ്രാർത്ഥനയെ 21 ദിവസം ഉപവാസം. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ എന്താണ്, പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് എന്ത് ചെയ്തു, ആമേൻ, ദൂതം വന്നുവെങ്കിലും പാർസി രാജ്യത്തിന്റെ പ്രഭു പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു എന്നാണ് ദാനിയേൽ 10:12 പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ തടയുവാൻ ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തികൾ എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാ കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ദേശം ചുറ്റിയുള്ള പ്രാർത്ഥനയെ കേട്ടല്ലോ, പിശാചിന്റെ കോട്ടകളെ തകർത്തെറിയുവാനിടയാകും. പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പറയാൻ പറ്റില്ല, ഒരു ഓൺലൈൻ ആയതുകൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. പല കാര്യങ്ങളും, പല പിശാചിന്റെ കോട്ടകളെയും ദൈവം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, പോരാടി പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, വില കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി നമ്മളിവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. ആ കർത്താവാണ് അരുളി ചെയ്തത്. ആ കർത്താവിന്റെ വാക്ക് മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ അങ്ങോട്ട് മടങ്ങി വരിക, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. കൊലോസ്യ ലേഖനം 4:12. അവിടെ പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഒന്ന്, നിങ്ങൾ തികഞ്ഞവരും. അപ്പൊ നമ്മളെ യഥാർത്ഥത്തിൽ ആരെ തികഞ്ഞവനുള്ളൂ? യേശു ക്രിസ്തു മാത്രമേ തികഞ്ഞവനുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയാണ്, നമ്മൾ തികഞ്ഞവരാകണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആത്മീക വിശുദ്ധിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്ന് വായിച്ച കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനുള്ള ഒരു യോഗ്യതയാണത്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അടുത്ത വാക്യം. കണ്ടോ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പൊ എപ്പോഴും നമ്മൾ കർത്താവിനോട് സദൃശന്മാരാകുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ്. അപ്പൊ അവനോട് സദൃശന്മാരാകുമെന്ന് പ്രത്യാശിക്കുന്നവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. അപ്പോൾ കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നിർമ്മലരായിരുന്നാൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തികഞ്ഞവരായി തീരണമെന്ന് എപ്പഫ്രാസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾ വിട്ട്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ വിട്ട്, ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ വിട്ട്, കറ, ചുളുക്കം, മാലിന്യം, മാട്ടം ഒന്നുമില്ലാതെ നിർമ്മലകന്യകയായി തികഞ്ഞവരായി ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിന്നാൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയുള്ളൂ.
അതുകൊണ്ടാണ് ദൈവഭക്തനായി എപ്പപ്രാസ് എന്ത് പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിൽക്കണം. അതിനുവേണ്ടി പോരാടി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സകലരും ആമേൻ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. ആമേൻ സകല വിശ്വാസികളും തികഞ്ഞവരായി തീരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. ആമേൻ. ഇത് നമ്മൾ പ്രാർത്ഥിച്ചാലില്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് തരും. അതാ പറഞ്ഞേ, മുൻപേ അവന്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ അതോടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്മാനും ഉടുപ്പാനും കുടിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് തരുമെന്നാണ് ഈ കർത്താവ് പറഞ്ഞു വെച്ചത്. അപ്പൊ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഉയരത്തിലുള്ളത് തന്നെ. ഒറ്റ വാക്യോട് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. 9 സമയം തന്നെ. ഓക്കെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 3-ന്റെ 1-2 വാക്യം. ആ ആ കണ്ടോ? അത് 2:12 പറയുന്നു, സ്നാനത്തിലൂടെയാണ് നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെന്ന് 2:12 പറഞ്ഞത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളോട് പാടാണ് എന്ത് പറയുന്നു? നിങ്ങൾ ഉയരത്തിൽ തന്നെ അന്വേഷിക്കണം, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ തന്നെ ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളടച്ചാട്ടെ. എല്ലാവരും ദിവസം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കും. 1, നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. 2, നിരന്തരമായി പ്രാർത്ഥിക്കണം. 3, നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ശക്തമായിട്ട് ദൈവഹിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്ന കർത്താവേ, അങ്ങയുടെ ദൈവത്തിന്റെ വചനം, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അമ്മയെ പ്രസ്താവിപ്പാൻ കൊണ്ട് അടിയനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ദൈവം കേട്ട എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ നാളുകളിൽ ആമേൻ പോരാടി പ്രാർത്ഥിക്കാനുള്ള അത്യന്തമായ ദൈവകൃപ ആമേ തന്റെ മക്കളുടെ മേൽ അങ്ങ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ആമേലേക്ക് പലപ്പോഴും ക്ഷീണിച്ചും തളർന്നും വീണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം ആമേ പിശാച് തടഞ്ഞു പോരാടുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പ്രാർത്ഥനയെ തടഞ്ഞു പോരാടുന്ന, നിരാശപ്പെടുത്തുന്ന, ടെൻഷൻ ഇട്ട് പോരാടുന്ന സകല ദുഷ്ടന്റെ വ്യാപാരങ്ങളെയും ദുഷ്ടന്റെ പദ്ധതികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ഇപ്പോൾ തന്നെ വലിയ ദൈവശക്തി വെളിപ്പെട്ട് വരട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിൽ അവർ ബലപ്പെട്ട് വരട്ടെ. പോരാടി പ്രാർത്ഥിപ്പാൻ വേണം. ആത്മാവിൽ ഒരുക്കമുള്ളവരായി തരട്ടെ. ലേഖനത്തിൽ പറഞ്ഞ പോലെ 6:17 പറഞ്ഞ പോലെ ഏത് സമയത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാകയാൽ ആത്മാവിൽ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിപ്പാൻ വേണം. എന്റെ മക്കളെ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. മാനമോത്ത് അംഗീകരിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ കേൾക്കും സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുഭവിച്ചു വന്ന ആമേൻ സഹോദരിക്കും ആമേൻ ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം വന്ന ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.